പള്ളുരുത്തി സെന്റ് തെരേസാസ് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ മലക്കം പറയുന്നത്? ഇന്ത്യ 2047 എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ടയുടെയും അതുപോലെ തന്നെ ഈ കേരളം മുഴുവനും ഒരു പാർട്ടി ഗ്രാമം പോലെ എല്ലാ സംരംഭങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്ന പാർട്ടി അജണ്ടയുടെയും ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ കാണുന്നത്. കേരളത്തിന്റെ അഖണ്ഡതയെയും മതേതരത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇതിൻ്റെ പേരിൽ ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ സന്യാസിനിമാരുടെ വസ്ത്രത്തെയും അവഹേളിക്കുന്ന ചില കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് സന്യാസത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഇത്തരം കമൻറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്? കൃത്യമായ കോടതി വിധി ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിലെടുത്ത നിലപാട് തികച്ചും ഖേദകരമെന്ന് പറയാതെ വയ്യ. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം വിതയ്ക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ചനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ് തറേക്കടവിലച്ചൻ. അച്ഛാ, ഈ ശരിക്കും ആരാണ് ഈ ഹിജാബ് പ്രശ്നത്തിന് പിന്നിൽ? നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ചാനലിൽ പറഞ്ഞതനുസരിച്ചും അതുപോലെ അവരുടെ വക്കീൽ പറഞ്ഞതനുസരിച്ചും എല്ലാം ഇത് SDPIക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. തൃപ്പൂണിത്തറ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റോരെയും നിർബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം PFIയുടെ, അതായത് നമ്മൾ ഇന്ത്യയിൽ വിലക്കിയ PFIയുടെ രാഷ്ട്രീയ വിങ്ങാണ് ഈ SDPI എന്ന് പറയുന്നത്. ഇത് ആധുനിക തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. 2024 മെയ് 29 ഡൽഹി ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഇവർ ഈ PFI അറസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ കോടതിയുടെ വിധി അനുസരിച്ച് ഇന്ത്യയിൽ പലയിടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ PFI നടത്തിയെന്നും 2047 ആകുമ്പോൾ ഇന്ത്യ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിച്ച് ശരിയാ നിയമം നടപ്പാക്കാൻ പരിശ്രമിച്ചു എന്നുമൊക്കെ ആ വിധിയുടെ 11ാമത്തെ ഖണ്ഡികയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വന്തം പട്ടാളം ഉണ്ടാക്കാനും ഇവർ ശ്രമിച്ചു എന്ന് ഈ കോടതി വിധിയിൽ തന്നെയുണ്ട്. ഈ PFIയെ 2022 സെപ്റ്റംബർ 28 നിരോധിച്ചതുമാണ്. എന്നാൽ ഇതേ സമയത്ത് ഇവരുടെ രാഷ്ട്രീയ വിങ് മാത്രം നിരോധിക്കപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. കാരണം നമ്മുടെ പഴയ രാഷ്ട്രീയക്കാരുടെ ഒരു ദീർഘവീക്ഷണക്കുറവ് അല്ലെങ്കിൽ അജ്ഞത എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലാൻ, അതെനിക്ക് അറിഞ്ഞുകൂടാ. അജ്ഞത അല്ലെങ്കിൽ ദീർഘവീക്ഷണക്കുറവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാർട്ടി ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യണം. അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഇവിടെ ഉണ്ടായിരുന്ന ആക്ട്. ഇതിനെ 1989 കോൺഗ്രസ് സർക്കാർ, രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതിനെ ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്തിട്ട് 29 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഭാഗം കൂട്ടിച്ചേർത്തു. ഇത് 1989 പ്രാബല്യത്തിൽ വന്നു. അതനുസരിച്ച് ഈ നിയമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇലക്ഷൻ കമ്മീഷന് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും വിധത്തിൽ അസ്വീകാര്യമായാൽ അതിനെ രജിസ്ട്രേഷൻ ഒഴിവാക്കാനുള്ള സംവിധാനമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വഖഫ് യൂസർ എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ നിയമം ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ ഇത്. അങ്ങനെ ഉള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് PFI നിരോധിക്കപ്പെട്ടപ്പോഴും SDPI തുടർന്നു. അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോൾ ചില കടുംപിടുത്തങ്ങളൊക്കെ പിടിക്കുന്നു. അതിന് ഇവർ നിന്നു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അച്ഛാ, പള്ളുരുത്തിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിൽ തന്നെ പിടിച്ചു കുലുക്കുന്ന ചില കാര്യങ്ങളാണ്. അവിടുത്തെ സ്കൂള്, സെന്റ് തെരേസ സ്കൂള് അടച്ചിടുകയുണ്ടായി. ആ വിഷയത്തെ തുടർന്ന് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഇത് ഇന്ത്യ 2047 എന്ന് പറയുന്ന ജിഹാദി അജണ്ടയുടെയും ഈ കേരളത്തെ മുഴുവനും ഇവിടെയുള്ള എല്ലാ സംരംഭങ്ങളും ഇല്ലാതെയാക്കി ഒരു പാർട്ടി ഗ്രാമമാക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടി അജണ്ടയുടെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ വായിച്ചത് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 7 പ്രശ്നം ആരംഭിക്കുന്നു. ഈ കുട്ടി അവിടെ വന്ന് ചേർന്നിട്ട് 4 മാസമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നു. വേറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു.
അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഹിജാബ് ധരിച്ചുകൊണ്ട്, അതായത് അവിടുത്തെ നിയമത്തിന് വിരുദ്ധമായിട്ട് ധരിച്ചുകൊണ്ട് വരുന്നു. അത് ശരിയാകുകയില്ല എന്നവർ അറിയിക്കുന്നു. 8-ാം തീയതി വീണ്ടും ആവർത്തിക്കുന്നു, അതായത് ഇൻറ്റൻഷനായിട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പാർട്ടിക്കാർ SDP ഇടപെട്ട് കഴിയുമ്പോൾ ഈ സ്കൂൾ അടച്ചിടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നു. അവർ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതേ സമയത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അത് സ്കൂളിൽ പോവുകയാണ്, യൂണിഫോം വേണമെന്ന് പറയുന്നു. തുടർന്ന് അടുത്ത ദിവസം അത് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിപ്രായം മാറി മന്ത്രിയുടേത്. സ്കൂളിന് പ്രവർത്തി നിരുത്തരവാദപരമാണെന്ന് പറയുന്നു, അത് അനുവദിക്കേണ്ടതാണെന്ന് പറയുന്നു. അതേസമയത്ത് കോടതിയുടെ മുൻകാലങ്ങളിലുള്ള വിധികൾ, ഇത് അനുവദിക്കാത്ത വിധികൾ നിലനിൽക്കുന്നുണ്ട് താനും. മാത്രമല്ല ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിധിയിരിക്കുന്നതാണ്. എന്നിട്ടും അതിന് മുകളിൽ ഓർഡർ കൊടുക്കാനായിട്ട് പറയുന്നു. പിന്നീട് ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ വീഡിയോ പറയുന്നതിന് മുമ്പ് കേൾക്കുന്നത്, ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ഹിജാബ് അനുവദിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു സർക്കുലറായിട്ട് എടുക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇൻറ്റൻഷനലി ഇത് പ്രശ്നം ഇങ്ങനെ ഒന്ന് തീരുമ്പോൾ, വാസ്തവത്തിൽ ഇതിനു മുമ്പ് ഈ പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ ഇത് തീർന്നതാണെന്ന് പറയുന്നു, സമാധാനപരമായിട്ട്. വീണ്ടുമാണ് തീർന്ന പ്രശ്നമാണ് കുത്തിപ്പൊക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റൻഷനലി പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊരു ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് സാധാരണ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻറ്റൻഷനായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷ്യം? അതിന് ലക്ഷ്യം ഈ പറയുന്ന രണ്ട് ഭാഗത്തിനും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ കുട്ടിയുടെ പിതാവിന് ഇവിടെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റ് അയലോകക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കണമെങ്കിൽ. അപ്പോൾ അതിനെന്തിനാണ് ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ ഈ SDP ഇടപെടുന്നതെന്ന ഒന്നാമത്തെ ചോദ്യം. എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും കോടതി വിധിക്ക് എതിരായിട്ട്? അങ്ങനെ ഒരു സംവിധാനത്തിൽ വളരെ ഇൻറ്റൻഷനായിട്ട് ദുരുദ്ദേശപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടേ നമുക്ക് ഇത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ഛാ, കോടതി വിധി ഉണ്ടായിട്ടും അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് മന്ത്രി വാക്കുമാറ്റുകയും വേറൊരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യാനുള്ള കാരണങ്ങൾ എന്ത്? ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസം എടുത്താലും, വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോയാലും, ഈ ജിഹാദി ശരിയ നിയമമുള്ള രാജ്യത്ത് പോയാലും കോടതിക്ക് വലിയ വിലയൊന്നുമുള്ളൊരു സ്ഥലങ്ങളല്ല ഇത്. ഇതൊരു കോമ്പിനേഷനാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇത് രണ്ടും സത്യദൈവത്തിനെതിരെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് നിരീശ്വരവാദമാണ്, ഒന്ന് ദൈവത്തിനെതിരെയുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ സുമത്ത് തുടർച്ചയായിട്ട് കാണാം. നമ്മൾ വെള്ളമുണ്ടയിൽ ഈ 2022 പ്രശ്നമുണ്ടായി, നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. പ്രശ്നമുണ്ടായപ്പോൾ ഇതുപോലെ തന്നെ ഇതേ ആളുകൾ പോയി അവിടെ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നമുണ്ടാക്കിയ അവസരത്തിൽ അവിടെയുള്ള ലോക്കൽ കമ്മിറ്റി, CPIM ലോക്കൽ കമ്മിറ്റി ഇതിനെ അപലപിക്കുകയുണ്ടായി, മീറ്റിംഗ് കൂടിയിട്ട് വാർത്ത വന്നതാണ്. ഇനി പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി അച്ഛനെ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രി തോമസ് ഐസക് പറഞ്ഞത് ക്രിസ്ത്യാനികൾ വഴക്കാളികളാണ്, പ്രശ്നക്കാരാണെന്നാണ്. അല്ലാതെ കയറി ഇടിച്ചതല്ല പ്രശ്നം. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ ഒരു ആത്മഹത്യയുണ്ട്, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ അവസരത്തിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കിയപ്പോൾ അതിനെതിരെ അലോക ബെന്നി ഒരു വലിയ പ്രസംഗം നടത്തിയത് വളരെ വൈറലായതാണ്. ആ അവസരത്തിൽ ഈ കുട്ടിയും പിതാവും ഇങ്ങനെ സംസാരിച്ച് വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ അവർ എഴുതി. ഇനി നമ്മൾ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിത പ്രശ്നമായിട്ട് സമരം ചെയ്യുന്ന അവസരത്തിൽ ഈ സമരത്തിന് പോയ ക്രിസ്ത്യാനികൾക്ക് ദേശവിരുദ്ധരാണ്, രാജ്യദ്രോഹ പട്ടികളെ എന്ന് വിളിച്ചുകൊണ്ട് അന്ന് വീഡിയോസ് വന്നിരുന്നു. ഇവർ ഈ CPM പാർട്ടി ഇവരെ സപ്പോർട്ട്. അപ്പോൾ ഏത് സ്ഥലത്ത് ഇവർ ചെന്നാലും ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും അതാണ്. കോടതി വിധി ഉണ്ടായിട്ടും അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനൊരു കാര്യം പറയുന്നത്. ഇത് ഒരു കമ്പൈൻഡ് അജണ്ടയാണ്. അത് വെറും വോട്ട് മാത്രമായിട്ടും ചുരുക്കി കളയേണ്ട കാര്യമില്ല. അതങ്ങനെ ഈ വിശ്വാസപരമായിട്ട് നോക്കിയാൽ അങ്ങനെ അത് സംഭവിക്കുകയുള്ളൂ. അച്ഛാ, നമ്മളെല്ലാവരും തന്നെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, യൂണിഫോം ധരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എന്താണ് യൂണിഫോം, അതുപോലെ തന്നെ എന്താണ് ഹിജാബ്, ഒന്ന് വ്യക്തമാക്കാം. എനിക്ക് ഇത് ചോദ്യം ഓർമ്മ വരുന്നത് ഒരു 2-3 വർഷം മുമ്പ് വളരെ വൈറലായിട്ട് വന്ന യൂറോപ്പിലെ ഒരു വീഡിയോ ആണ്. ഒരു പബ്ലിക് സ്ഥലത്ത് നിന്നുകൊണ്ട്, ഇപ്പോഴും അവൈലബിളാണ്, എന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, മദ്രസയിൽ പഠിച്ചു വന്ന ചെറുപ്പക്കാരൻ, ഐ ഹേറ്റ് യു ഫോർ ദ സേക്ക് ഓഫ് അള്ളാ എന്ന് പറയുന്നതാണ്. നിന്നെ ഞാൻ അള്ളാഹിക്ക് വേണ്ടി വെറുക്കുന്നു എന്ന് പറയുന്ന വീഡിയോ ആണ്. ഇത് പല കുട്ടികളുടെയും, അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്.
ഇങ്ങനെ പരസ്പര വിദ്വേഷവും വെറുപ്പുമൊക്കെ കുട്ടികളിലൊന്നും ഉണ്ടാകാതിരിക്കാനും, ഒരു തുല്യത, മതത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടാകാതിരിക്കാനും, സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ലോ, മതം പഠിക്കാനല്ലോ സ്കൂളിൽ പോകുന്നത്, അതിനങ്ങനെ തുല്യത ഉണ്ടാവാനും, സാമ്പത്തികമായിട്ട് ഉച്ചനീചത്വങ്ങൾ, വലിയ പണക്കാരൻ്റെ ഡ്രസ്സും പാവപ്പെട്ടവൻ്റെ ഡ്രസ്സും അങ്ങനെയുള്ള തിരിച്ചു വ്യത്യാസം കോളേജിൽ ഉണ്ടാകാതിരിക്കാനും, പിന്നെ വലിയ സമ്പന്നത്തുള്ള വലിയ ആളുകൾ ചിലപ്പോൾ മറ്റു പിള്ളേരെ ബുള്ളി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരെ അടക്കി ഭരിക്കാറുണ്ട്, ഇങ്ങനെയും ഉണ്ടാകാതിരിക്കാനും, ഈ യുവജനങ്ങളുടെ ഇവരുടെ ഈ പ്രഷർ, പിള്ളേരുടെ പിയർ പ്രഷർ എന്ന് പറയുന്ന ൻ്റെ പേരിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും, തമ്മിൽ ഐക്യം ഉണ്ടാകാനും, മതേതര മൂല്യങ്ങൾ പഠിപ്പിക്കാനും, ഇത് കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് സുരക്ഷ ഉറപ്പുവരുത്താനും, രാവിലെ കുട്ടികൾ എണീറ്റ് പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള കൺഫ്യൂഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനും, ഇങ്ങനെ മാതാപിതാക്കളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യൂണിഫോം ഉപയോഗിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പഴയ കാലത്ത് ഈ പാവപ്പെട്ട വീടുകൾക്ക് യൂണിഫോം ഉണ്ടാക്കിയെടുക്കുക പോലും ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു, കാരണം ഒരു വലിയ നന്മയായതുകൊണ്ട്. ഇനി ഈ യൂണിഫോം എന്തിനാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ചോദിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലെന്ന് ചിലപ്പോൾ സ്കൂളിൽ പോയി ഉണ്ടാകില്ല. രണ്ടാമത്തത്, കുട്ടികൾക്ക് അധ്യാപകർക്ക് വേണ്ടേ, അല്ലെങ്കിൽ സിസ്റ്റർമാരെന്തിനാണ് ഈ ഇതിടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. സാധാരണ അധ്യാപകർക്കല്ല, കുട്ടികൾക്കാണ് യൂണിഫോം. അധ്യാപകർക്ക് ഇങ്ങനെ യൂണിഫോം സാധാരണ കൊടുക്കാറില്ല. ഇനി ഈ പള്ളുരുത്തി സ്കൂളിൽ ഈ സിസ്റ്റർമാർ ഈ ഒരു കാര്യത്തിൽ വളരെ ഉറച്ചു നിന്നതിൽ ഞാനവരെ അഭിനന്ദിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റേതൊരു മതം പോലെയല്ല ഈ ജിഹാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്രിസ്തു ദൈവമാണെന്നും ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നും ആത്മാർത്ഥമായിട്ട് പ്രഘോഷിക്കേണ്ടവരുമാണ് ക്രിസ്ത്യാനികൾ. അത് മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവരെല്ലാം തുല്യരാണെന്നുള്ള ആശയം കൂടെ ചേർത്താണ് ഈ യൂണിഫോം വെക്കുന്നതെന്ന് പറയാം. അതിൽ അവരുടെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു ക്രിസ്തീയ സ്ഥാപനം എന്നുള്ള നിലയിൽ മതേതര മൂല്യങ്ങൾ പാലിക്കാനായിട്ട് യൂണിഫോം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് സാധാരണ കാര്യമാണ്. ഇനി ഇത് തിരിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം മീഡിയയിൽ പല സ്ഥലത്തും വന്നു കഴിഞ്ഞതാണ്, ഓരോ സ്കൂളിലേക്കും ഹിന്ദുക്കൾ അവരുടെ ഈ ഷോളും കുങ്കുമ ഷോളും അതുപോലെ കുറിയൊക്കെ വരച്ചുകൊണ്ട് വരിക, ക്രിസ്ത്യാനി വലിയ കുരിശിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരിക, അങ്ങനെ 1-ാം ക്ലാസ് മുതൽ നഴ്സറി മുതൽ ഇങ്ങനെ അങ്ങ് വരുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഭാവി എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹിജാബ് ഇട്ടാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഹിജാബ് ഇട്ടാൽ എന്താണ് പ്രശ്നം? അവരോട് നേരെ തിരിച്ചു ചോദിക്കാനുള്ളത്, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സ്കൂളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ഒരു ക്രിസ്ത്യാനി കൊച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനി കുട്ടികൾ വലിയ കുരിശ് മുമ്പിൽ തൂക്കിയിട്ട് വന്നാൽ എന്നാ കുഴപ്പം? അല്ലെങ്കിൽ ഹിന്ദുക്കൾ അങ്ങനെ കുറിയും വരച്ചുകൊണ്ട് വന്നാൽ എന്താണ് കുഴപ്പം? അപ്പോൾ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതാണ്, സ്കൂളിൽ നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പം? അവർക്ക് തൊട്ടടുത്തുള്ള മോസ്കിൽ പോയി നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പം? അത് വെറുതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് കുട്ടികൾ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ള പ്രസ്ഥാനമാണ്. ഇനി പർദ്ദ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഖുറാൻ്റെ 33:59 പറഞ്ഞിരിക്കുന്നത്, അതായത് നബിയെ നിൻ്റെ പത്നിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറയുക, തങ്ങളുടെ മൂടടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ, അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ആണ് അനുയോജ്യമായത്. ഇത് തഫ്സീർ നമ്മൾ വായിച്ചാൽ, ജലാലിൻ്റെ തഫ്സീർ വായിച്ചാൽ അതിൻ്റെ വ്യാഖ്യാനം, കണ്ണ് മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ സ്ത്രീകളുടേത്, അതായത് ഇവരുടെ ഫാമിലിയിൽപ്പെട്ടവർ, അങ്ങനെ അവർ സ്വതന്ത്ര സ്ത്രീകളായി അറിയപ്പെടും. എന്തിനാണ്? ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ. അടിമകൾക്കിത് ബാധ്യമല്ല, അവർക്കിതില്ല, അവർ ശല്യപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ശല്യപ്പെടുത്തിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ അടിമത്തം ഈ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഇനിയിപ്പോൾ ഇങ്ങനെ ഖുറാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഖുറാൻ്റെ 33:33 പറയുന്നത് പഴയ കാലത്ത് പോലെയൊന്നല്ല, സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അത് പുറത്തോട്ടിറങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അവർ പർദ്ദ ഇട്ടുകൊണ്ട് വീട്ടിലിരുന്നോട്ടെ. ഇനി ഇത് തന്നെ താലിബാൻ ചെയ്തിട്ടുണ്ടല്ലോ, 6-ാം ക്ലാസ് മുതൽ മുകളിലേക്ക് വിദ്യാഭ്യാസം ഇല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയുണ്ട്. ഇനി നമ്മൾ സഹീഹ് ബുഖാറിയുടെ 146 ബുക്ക് 4 ഹദീസ് 12, ഇംഗ്ലീഷിലാണെങ്കിൽ ഹദീസ് ബുക്ക് 4 ഹദീസ് 148 പറയുന്നത് പ്രകൃതിയുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് അനുവദിച്ച ഒരു ഡ്രസ്സാണെന്നാണ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ മതപരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഈ സെക്കുലറായിട്ടുള്ള സ്കൂളുകളിൽ ഇത്രയും പ്രാധാന്യവും പ്രശ്നവും ഉണ്ടാക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അത് താലിബാനിസമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛാ, പല വീഡിയോയുടെ കമൻസുകളിലും കണ്ട ഒരു കമൻറ്റാണ്, സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ഇടുന്നതിനും
അതുപോലെ തന്നെ യൂണിഫോം കുട്ടികൾ ധരിക്കുന്നതും തമ്മിലുള്ള ചെറിയ കൺഫ്യൂഷൻ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാം? സിസ്റ്റർമാരെ ഡ്രസ്സ് ഇട്ടത് പല ആൾക്കാർക്കും ഇറിറ്റേഷൻ ആകുന്നുണ്ട്. അത് ഊരി കളയാനൊക്കെ പറയുന്നത് നമ്മൾ മീഡിയയിലൂടെ കാണുന്നുണ്ട്. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ക്രിസ്ത്യാനികൾ വരെ ഇത് പറയുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അതിൻ്റെ മുകളിലേക്ക് അവരുടെ നേതാക്കളായിട്ട് നടക്കുന്ന ആളുകൾ വരെ പറഞ്ഞതായിട്ട് എനിക്ക് മീഡിയ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് ഈ സിസ്റ്റർമാരുടെ ഡ്രസ്സ്? നമ്മുടെ നാട്ടിൽ ഈ കോടതിയിൽ വക്കീലുമാർക്കും ജഡ്ജിമാർക്കും അതുപോലെ പോലീസുകാർക്കും എല്ലാവർക്കും ഡ്രസ്സുണ്ടോ ഇല്ലയോ? അല്ലാതെ പോലീസ് മുഴുവനും ഡ്രസ്സൊക്കെ ഊരിയിട്ട് നടന്നാൽ മതിയോ? ഇങ്ങനെ അവരൊരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ധരിക്കുന്നതാണ്. സിസ്റ്റർമാരെങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നത്? ഈ സിസ്റ്റർമാർ ധരിക്കുന്ന ഡ്രസ്സ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ധരിക്കുന്നതല്ല. അവർ ക്രിസ്ത്യാനി ആയി അതിന് മറ്റൊരു സമർപ്പണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രൊഫഷനായിട്ട് ധരിക്കുന്നതാണ്. അതിന് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു മഠത്തിൽ ചേർന്ന് അവരുടെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചതിന് ശേഷം സ്വതന്ത്രമായ തീരുമാനത്തോടു കൂടി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന അവരുടെ പ്രൊഫഷൻ, അതായത് അവരുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ടുള്ള സാധനമാണ്. ഇസെൻഷ്യൽ എന്ന് പറയാം. അത് വളരെ നിർബന്ധമാണ്. അതില്ലാതെ ഇവർ നടക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ അത് ഊരിയിട്ട് യൂണിഫോം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്കെന്തോ പ്രശ്നമുണ്ട്. ഇനി അധ്യാപകർക്കല്ലല്ലോ യൂണിഫോം എന്ന് പറയുന്നത്, കുട്ടികൾക്കാണ്. ഇനി കുട്ടികൾ ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ അധ്യാപകർ ചെയ്യുന്നതെല്ലാം കുട്ടികൾ ചെയ്താൽ മതിയെങ്കിൽ പരീക്ഷകളും അധ്യാപകർ തന്നെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഈ ആളുകൾ അധികാരത്തിൽ നിന്നാൽ നമ്മുടെ നാട്ടിലുള്ള സർവ്വ പ്രൊഫഷൻ്റെയും വസ്ത്രം ഊരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വിധി നേരത്തെ ഉള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ഹിജാബ് നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞുകൊണ്ട് കോടതി വിധി നേരത്തെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ കേസ് പറയുകയാണെങ്കിൽ 2018 ഫാത്തിമ തസ്നീം വേഴ്സസ് കേരള സ്റ്റേറ്റ് കേസ് എന്ന് പറയുന്നത് 2018 നമ്മുടെ തിരുവനന്തപുരത്തുള്ള ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 2 കുട്ടികൾ, ഫാത്തിമ തസ്നീമും ഹഫ്സ പർവീണും, ഇങ്ങനെ അവർക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടായപ്പോൾ കോടതി ഈ കാര്യങ്ങൾ പഠിക്കുകയും ആ ജഡ്ജി ഒരു മുസ്ലിമായിരുന്നു. ഡിസംബർ 4 2018 അതിന് വിധി കൊടുക്കുകയും ചെയ്തു. ഈ വിധി അനുസരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 25(1) അനുസരിച്ച് ഒരാൾക്ക് സ്വന്തം അവകാശം സംരക്ഷിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഘടകമാണെങ്കിൽ അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് മുസ്ലിം മതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായിട്ട് അന്ന് 5 കാര്യങ്ങളാണ് ഈ കോടതി പഠിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സാധാരണ അറിയാവുന്നതുപോലെ ഇവരുടെ തൗഹീദ് മുതൽ എങ്ങോട്ട് പോകുന്ന, പിന്നെ നിസ്കാരം 5 പ്രാവശ്യം, റമദാൻ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ കാര്യങ്ങളാണ്. മറ്റുള്ള കാര്യങ്ങൾ ഹിജാബ് അടിസ്ഥാന കാര്യങ്ങളല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവകാശമുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ മൈനോറിറ്റിക്ക് സ്ഥാപനങ്ങൾ നടത്താനും അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാനും അവകാശമുണ്ടെന്നും അതേ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന് ഈ കർണാടകത്തിൽ നടന്ന 2002 കേസും മഹാരാഷ്ട്രയിൽ 2005 കേസ് കോട്ട് ചെയ്തിട്ടാണ് കോടതി സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവകാശങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ടായാൽ വലിയ സംവിധാനത്തിൻ്റെ, അതായത് സ്കൂളിൻ്റെ അവകാശവും കുട്ടിയുടെ അവകാശം തമ്മിൽ തർക്കമുണ്ടായാൽ ഈ വലിയ സംവിധാനത്തിൻ്റെ അവകാശം നിലനിൽക്കും എന്നുള്ളതാണ് ഈ കോടതിയുടെ ഒരു നിലപാട്. ഇനി നമ്മൾ കാണുന്നത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 സാധാരണ മതസ്വാതന്ത്ര്യം എന്ന് എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ആർട്ടിക്കിൾ 14 തുല്യത എന്നും പറഞ്ഞിട്ടുണ്ട്. തുല്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫോം കൊടുക്കുന്നത്. ഇനി സ്കൂളിന് ഈ നിയമം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ അതിൻ്റെ മുകളിൽ ഇത് കൊടുക്കുന്നത്? ഇനി ഈ 14ഉം 25ഉം തമ്മിൽ ക്ലാഷ് വരികയാണെങ്കിൽ, അതായത് തുല്യതയും മതസ്വാതന്ത്ര്യവും കൂടെ തന്നാൽ ഈ തുല്യതയ്ക്കാണ് പ്രാധാന്യം എന്നുള്ളതാണ് സാധാരണ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നിയമത്തെക്കുറിച്ച് വായിക്കുമ്പോൾ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. ഇനി ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അവർക്ക് നിയമം ഉണ്ടാക്കാൻ ചെയ്യുക എന്നുള്ളത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 30 30(1) അതുപോലെ ആർട്ടിക്കിൾ 19(1)(g) ഉണ്ട്. ഇങ്ങനെയുള്ള ഭരണഘടനയുടെയും കോടതിയുടെയൊക്കെ വിധിയൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇവർ ഈ പ്രസ്ഥാനങ്ങൾ പറയുന്നത്. ഇത് മാത്രമല്ല, ഈ കർണാടകത്തിൽ ഉടുപ്പിയിൽ കേസുണ്ടായപ്പോഴും ഇത് തന്നെയാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വ്യത്തിക്കുന്ന പോലെ ഈ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെന്നുള്ളതും നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങളാണ്. അച്ഛൻ പറയുകയുണ്ടല്ലോ ഇതൊരു അനിവാര്യമായ കാര്യമല്ല എന്ന്. അപ്പോൾ അതെന്താണ്, ഒന്ന് വ്യക്തമാക്കാമോ? കോടതി അനിവാര്യമല്ല, ഒരു
ഒരു ജീവിത രീതി അല്ല എന്ന് കോടതിയുടെ കണ്ടെത്തൽ അവർ എന്താണ് ആളുകളെ വെച്ച്, അതായത് ഈ ആളുകളെ വെച്ച് പഠിച്ചതാണ്. ഇനി ഇതിന് ഒരു വ്യക്തമായ ഒരു കേസോട് പറയാം. 2019 ഏപ്രിൽ 17 MES അവർക്ക് 35 കോളേജുകളും അന്ന് 72 സ്കൂളുകളുമുണ്ട്, 85,000 കുട്ടികളുണ്ട്. അവിടെ ചില കുട്ടികൾ നിക്കാബും ബുർഖയും ധരിക്കണം എന്ന ഒരു നിർബന്ധം പിടിച്ചപ്പോൾ ഇതെല്ലാം അറബി നാടുകളിൽ നിന്ന് ഈ കഴിഞ്ഞ ദശകത്തിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതാണ്. അതുകൊണ്ട് അത് ധരിക്കേണ്ടതില്ല, ധരിക്കാൻ പറ്റുകയില്ല എന്നാണ് അവരെന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്, പേര് ഞാൻ പറയണ്ടല്ലോ. 2014 നിക്കാബ് മുസ്ലിമിൻ്റെതല്ല, അത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേതാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് മുഖം മറച്ചാൽ അത് എന്താ പറയുക, എങ്ങനെ നമുക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയും? അല്ലെങ്കിൽ ക്ലാസ്സിൽ അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഈ ഇസ്ലാം മതത്തിൽ തന്നെ അടിസ്ഥാനപരമായ ഈ 5 കാര്യങ്ങൾ പെട്ടതല്ല ഇതെന്നുള്ളത് അവരുടെ തന്നെ ധാരണയുണ്ട്. അവിടെയാണ് ഈ തീവ്രവാദ ഈ ആധുനിക തീവ്രവാദം. ഇതുവരെയും ഈ സ്കൂളിൽ ഈ കുട്ടിയും പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ എത്രയോ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലല്ലോ. അപ്പോൾ ഇത് നിർബന്ധിതമായിട്ടും ഈ തീവ്രവാദ ഭാഗത്തിൻ്റെ അടിസ്ഥാനപര ഒരു ഭാഗമായിട്ടേ മനസ്സിലാക്കാൻ കഴിയൂ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, 2022 ജനുവരിയിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന് ഹിജാബ് വിലക്കിക്കൊണ്ട് നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ 2022 ഒരു നിയമം, അവർക്കിപ്പോൾ മാറ്റം വന്നു, ഇപ്പോൾ ആയപ്പോൾ അത് അനുവദിക്കാം. അന്നത് അനുവദിക്കാതിരുന്നതിൻ്റെ കാരണം അത് മതേതര മൂല്യങ്ങൾക്ക് ക്ഷീണം ചെയ്യും, അല്ലെങ്കിൽ അത് കോട്ടമുണ്ടാകും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനെ ചെയ്തത്. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ മാറി വന്നു. മാത്രമല്ല, ഇന്നും ഈ ഹിജാബ് 2013 വരെ തുർക്കിയിൽ ഹിജാബ് നിരോധനമായിരുന്നു. ഇപ്പോഴാണത് അവർ മാറ്റിയത്, ഇന്ന് ഈ വളർന്ന തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ ടുണീഷ്യയിൽ 2011 വരെ ഇത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാനൊക്കെ ഇവിടെയൊക്കെ ഇപ്പോഴും അവർക്ക് എന്താണ് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. അച്ഛാ, ഈ ഓപ്പറേഷനിലൊക്കെ എല്ലാ സ്ഥലത്തും കാണുന്ന ഓപ്പറേഷനിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. എന്തിനാണ് ഈ കുട്ടികളെ കരുവാക്കി ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതൊരു പൊതു തീവ്രവാദ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഒരു കുട്ടി 4 മാസം ആ സ്കൂളിൽ തന്നെ ഈ യൂണിഫോം ഇട്ട് വരുന്നു, പിന്നെ ഒരു ദിവസം വരുന്നു, അവരെ അത് നിരോധിച്ച് സംസാരിക്കുന്നു, പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കുന്നു. പിന്നീട് മറ്റു പാർട്ടിക്കാരല്ല SDP അവിടെ വരുന്നു, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് കുട്ടികളെ ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 2022 ആലപ്പുഴയിൽ മെയ് 21 ഈ അവലും മലരും വാങ്ങിക്കോ, കുന്തിരിക്കം വാങ്ങി വെച്ചോളൂ എന്ന് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. അതായത് മറ്റുള്ള ജനങ്ങൾക്കെതിരെ, അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഈ ഹിജാബ് ഇട്ട് വരണമെന്ന് പറയുന്നത്, ഓർത്തുകൊള്ളണം. അങ്ങനെ വിളിക്കുന്നു. ഇനി ഇതിനേക്കാൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ 2025 ഈ വർഷം ജൂൺ 25 വന്ന വാർത്തയാണ്, PFI കേരളത്തിൽ 950 977 പേരെയോ കൊല്ലാനായിട്ട് എല്ലാം ക്രമീകരിച്ചിട്ട് ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തിരുന്നു എന്ന് NIA കോടതി അറിയിച്ചതാണ്. ഈ തമാശ ഒന്നുമല്ല. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളോ മറ്റ് പല ആളുകളും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടേയില്ല. അപ്പോൾ ഇവരെ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. ഈ കുട്ടികളെ എങ്ങനെ ഉപയോഗിക്കുക, അത് അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പൊതു പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ സർക്കുലർ ഇറക്കണം എന്ന് പിടിവാശി പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ ISISൻ്റെയോ അൽ-ഖൈദയുടെയോ ഹമാസിൻ്റെയോ എല്ലാം നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഈ കുട്ടികളെ ഉപയോഗിക്കുന്നവരാണ്. ISIS കപ്സ് ഓഫ് കാലിഫേറ്റ്, അതായത് ഖലീഫയുടെ സിംഹക്കുട്ടികൾ എന്ന പേരിലാണ് കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുക, സ്ഥാപനങ്ങൾ റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് അവരെയൊക്കെ ട്രെയിൻ ചെയ്യുക, അവർ ആയുധ പരിശീലനം കൊടുക്കുക, എന്നിട്ട് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുക, വീഡിയോ, അതായത് പടിഞ്ഞാറിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ വീഡിയോ
ഷൂട്ട് ചെയ്യുക, പിന്നെ കുട്ടികൾ വലിയ ആളുകളെ കൊല്ലുന്നത് ഇവരുടെ ഈ ഈ എന്താണ് ഇവരുണ്ടാക്കുന്ന പാർക്കുകൾക്ക് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ താലിബാൻ ഇപ്പം നമ്മൾ അവരോടൊരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ വരുന്നുണ്ട്. അത് കണ്ടറിയണം എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന്. തീവ്രവാദത്തിന് കുട്ടികളെ മദ്രസയിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത്, പട്ടാള പരിശീലനം. അത് 13 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇവർ എടുക്കുന്നത് പൊതുവേ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വീടുകളിൽ നിന്ന് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്, അവരെ സൂയിസൈഡ് ബോംബേഴ്സായിട്ട് ഉപയോഗിക്കാറുണ്ട്. 2014 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനിലെ പാക് തിക്കായിൽ പ്രൊവിൻസിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സമീപത്ത് ഒരു ബോംബ് വെച്ചത്, അതായത് സൂയിസൈഡ് ബോംബ് നടത്തിയത് 14 വയസ്സുകാരനാണ്. അവൻ മരിച്ചു, 6 പൗരന്മാർ മരിച്ചു, 5 പോലീസുകാർ മരിച്ചു. 6 വയസ്സ് മുതൽ ഉള്ള കുട്ടികളെ റോഡ് സൈഡ് ബോംബുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ താലിബാൻ ട്രെയിൻ ചെയ്യുന്നുവെന്ന് UN അന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ 11 മുതൽ 17 വയസ്സ് വരെയുള്ളവരെയാണ് എടുക്കുന്നത്. ബൊക്കോ ഹറാം ആഫ്രിക്കയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജാസൻ വാർണർ, ഹിലരി മാറ്റ്ഫെസും ഒരു സ്റ്റഡിയുണ്ട്, നെറ്റ് കിട്ടും. കൊമ്പാറ്റൻ ടെററിസം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് സ്റ്റീരിയോ ടൈപ്സിൽ ഇവരുടെ കണക്കനുസരിച്ച് 2011 മുതൽ 17 വരെ കാലഘട്ടത്തിൽ 434 ഈ ബോംബേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അവർ 237 സ്ഥലത്ത് അവരെ വിന്യസിപ്പിക്കുകയാണ്. 247 സ്ഥലത്ത് 238 ആക്രമണങ്ങളാണ് ആകെ നടത്തിയത്. ഇതിൽ 56% സ്ത്രീകളായിരുന്നു, ബുർക്കയൊക്കെ ധരിച്ച സ്ത്രീകളായിരുന്നു. 81% മൈനേഴ്സായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ എടുക്കുന്നത് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ അവരെ തീവ്രവാദം പഠിപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്നത്. അവർ ചോദ്യം ചെയ്യുകയല്ല സാധാരണ. വലിയ ആക്രമണങ്ങളിൽ ഇവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പറ്റിയാൽ മീഡിയയുടെ വലിയ കവറേജ്, നമ്മൾ ഹമാസിന് അവിടെയുള്ള പാലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞല്ലോ, ഇവരെ കുട്ടികളുള്ള സ്ഥലത്ത് പോയി ഇവർ ബോംബ് ഇട്ടേച്ച് അല്ലെങ്കിൽ റോക്കറ്റ് കത്തിച്ച് വിട്ടിട്ട് അവിടെ ഇരിക്കുമ്പം അവരിങ്ങോട്ട് പോകാൻ പെടും, കുട്ടികൾ മരിക്കും. അപ്പോൾ ഭയങ്കര മീഡിയ കവറേജ് കിട്ടും. ഇങ്ങനെ പല ദീർഘകാലത്തേക്ക് പിന്നെ ഇവരെ കുട്ടികളെ റിക്രൂട്ട് ചെയ്താൽ ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ വലിയ വലിയ ചെക്ക് പോയിന്റുകളിലേക്കൂടെ പോകുകയാണെങ്കിൽ കുട്ടികളും സ്ത്രീകളൊക്കെയാണ് ചെക്കിങ് കുറയുമല്ലോ. ഇങ്ങനെ പല ലക്ഷ്യത്തോടു കൂടി, അതായത് എവിടെയൊക്കെ അവർക്ക് നുഴഞ്ഞു കയറാമോ ഇതൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സിമ്പിളായിട്ട് നടന്നു പോയ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിൽ കഥയൊന്നുമില്ല.